ത്രിമധുരത്തിലത്തെ ഒരു അനുഭവം വായിച്ചപ്പോഴാണ് എനിക്കുണ്ടായ ഒരു അനുഭവം ഓർമ്മ വന്നത്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ കഴിഞ്ഞ ഞായറാഴ്ചയാണോ മുന്നത്തെ ഞായറാഴ്ച എന്നറിയില്ല, ഇതുപോലെ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു. അങ്ങനെ ഭഗവാനെ തൊഴുത് ഉള്ളമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. ചുറ്റമ്പലത്തിൽ നിന്ന് തൊഴുത് ഇതുപോലെ അപ്പോൾ എൻ്റെ മോളുടെ രണ്ടാമത്തെ മോളുടെ കുട്ടി അമ്മ പാൽപ്പായസം വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ അവർ വാങ്ങിച്ചവരിൽ നിന്നും ഒരു തുള്ളി വാങ്ങിക്കൊടുത്താലോ എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഞങ്ങൾ പ്രസാദൂട്ടിന് അവിടെ പോയി നിന്നു. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭക്ത വന്നിട്ട്, ഞാൻ എൻ്റെ മൂത്ത മോൾക്ക് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എത്ര പേരുണ്ട്, അപ്പോൾ ടോക്കൺ ക്യൂവിൽ നിൽക്കണമെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ കൂടെ ആണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ മോളുണ്ട്, ആ മോളുടെ കുട്ടിയുണ്ട്, മൂത്ത മോളുടെ കുട്ടിയുണ്ട്. അവർക്ക് വിശപ്പും ഒരു ഇതാണല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 കുട്ടികളുണ്ട്, ഞങ്ങൾ 2 പേരാണ് പറഞ്ഞു. അങ്ങനെ ആ ചേച്ചി ഞങ്ങളതിനെ കൊണ്ടുപോയി അവർ ടോക്കൺ വെക്കണ ക്യൂവിൽ നിർത്തി നിന്ന് ഞങ്ങളകത്ത് കയറി ഭക്ഷണം കഴിച്ചു. ആ സമയത്ത് എൻ്റെ രണ്ടാമത്തെ മോളുടെ കുട്ടി പറഞ്ഞു, പാൽപ്പായസം വേണം അമ്മ എന്ന്. അതുപോലെ തന്നെ പാൽപ്പായസവും കിട്ടി. അത് കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, എത്രയോ ജനങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും പിന്നെ ഭഗവാൻ തന്നെയാണത്. ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള പല രൂപങ്ങളാണ് നമുക്ക് ഓരോന്നും മനസ്സിലാക്കി തരിക. അത്രയും ജനങ്ങളുടെ ഇടയിൽ ഞങ്ങളെ തിരഞ്ഞു വന്ന് എന്നോട് തന്നെ, ഞാൻ ഫോൺ ചെയ്ത് നിൽക്കുകയാണ്, അത്രയും പേര് അവിടെ നിൽക്കുന്നുണ്ട്, എന്നോട് തന്നെ ചോദിച്ചു ടോക്കൺ ക്യൂവിൽ വരണമെന്ന്. അങ്ങനെ എൻ്റെ പേരക്കുട്ടി ആഗ്രഹിച്ച പോലെ പാൽപ്പായസവും കിട്ടി. എൻ്റെ മോളും അതന്നെ പറയണം, ഭഗവാൻ എന്ന് പറയണത് ഇങ്ങനെയുള്ള പല രൂപത്തിലും മറ്റുള്ളവരുടെ ഇതിൽ കൂടെയാണ് നമുക്ക് കാണാൻ പറ്റുകയെന്ന്. ത്രിമധുരത്തിലെ ഓരോരോ അനുഭവങ്ങൾ വായിച്ചപ്പോൾ എനിക്കിത് പറയാൻ തോന്നി. അന്ന് അവിടെ സുരേഷ് ഗോപി ഇറക്കിയ ചട്ടി, നമ്മളെ പക്ഷികൾക്ക് വെള്ളം കൊടുക്കാനുള്ള ചട്ടി കൊടുക്കുന്ന ഒരു ആ സമയത്താണ് ഞങ്ങൾ അന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അത് മേടിക്കാൻ നിന്നില്ല, കുഞ്ഞു കുട്ടികൾ കൂടെ നിൽക്കുന്നത് കൊണ്ട്. അപ്പം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പം അതെനിക്കൊന്ന് പറയണമെന്ന് തോന്നി.